അന്ന് വരെ വന്ന മലയാള സിനിമകളിൽ ഏറ്റവും വലിയ പ്രൊമോഷൻ വർക്കുകളും അതിനേക്കാൾ കൂടുതൽ ഹൈപ്പും ഉണ്ടാക്കിയെടുത്ത സിനിമയാണ് ഒടിയൻ. എന്നാൽ ഈ പ്രതീക്ഷകൾ കൊണ്ടൊക്കെ ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഈ സിനിമയ്ക്ക് ലഭിച്ചു. ഈ പ്രതീക്ഷകളെല്ലാം മാറ്റി നിർത്തി ഈ സിനിമയൊന്ന് കണ്ടു നോക്കിയാൽ ഇതൊരു മോശം സിനിമയല്ലെന്ന് മനസ്സിലാക്കാം. ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. ഈ സിനിമയിൽ കൂടുതലും ഒടിയൻ എന്ന മിത്തിന്റെ ഫാന്റസി സൈഡ് കാണിക്കുന്നതിന് പകരം മാണിക്കന്റെ ഇമോഷണൽ സൈഡാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തിന് ഇയാൾ ഇതൊരു മാസ് സിനിമയാണെന്ന് പറഞ്ഞു? ഇദ്ദേഹം പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട്. ഈ സിനിമയുടെ കഥ ഒരു മാസ് കൊമേഴ്ഷ്യൽ സിനിമയുടെ കഥ തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തുന്ന നായകൻ, അതിനുശേഷം നായകന്റെ ഫ്ലാഷ് ബാക്ക്. നായകൻ ശക്തനും അമാനുഷികനുമാണ്. നായകനും നായികയ്ക്കും പരസ്പരം ഇഷ്ടമാണ്. എന്നാൽ നായികയെ ഇഷ്ടപ്പെടുന്ന മറ്റൊരാളും ആ നാട്ടിലുണ്ട്. അതാണ് സിനിമയിലെ വില്ലൻ. ചില സാഹചര്യങ്ങൾ കൊണ്ട് നായകന് നായികയെ കല്യാണം കഴിക്കാൻ കഴിയുന്നില്ല. തുടർന്ന് നായിക മറ്റൊരാളെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നു. വില്ലൻ ഈ നായികയുടെ ഭർത്താവിനെ കൊല്ലുകയും എന്നിട്ട് ആ കുറ്റം നായകന്റെ പേരിലാക്കുകയും ചെയ്യുന്നു. തുടർന്ന് നായികയും നാട്ടുകാരും അടക്കം നായകനെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വിഷമം സഹിക്കാനാവാതെ നായകൻ നാട് വിട്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയും സത്യം തെളിയുകയും വില്ലനെ കൊന്ന് നായികയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു. ഈ കഥ ഒടിയൻ മാണിക്കന്റെ മാത്രം കഥയല്ല, ചിറക്കൽ ശ്രീഹരിയുടെ കഥയും ഇതുതന്നെയാണ്. ഒടിയൻ എന്ന ഈ ചിത്രം മാസ് മസാല സിനിമയ്ക്കുള്ള കഥ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചന്ദ്രോത്സവത്തിൽ ആക്ഷൻ സീനുകൾ കുറവായിരുന്നത് കൊണ്ട് തന്നെ അന്ന് ആ സിനിമ വേണ്ടത്ര വിജയിച്ചിരുന്നില്ല. എന്നാൽ ഒടിയനിലേക്ക് വരുമ്പോൾ ഫിലോസഫി എടുത്തു മാറ്റുകയും പകരം ഫാന്റസിയും ആക്ഷനും ആഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും സംവിധായകൻ ഇതൊരു മാസ് സിനിമയാണെന്ന് പറഞ്ഞത്. വിജയിക്കാനും മാസ് സിനിമ ഉണ്ടാക്കാനുമുള്ള ഫോർമുലകൾ എല്ലാം ചേർത്തെങ്കിലും സ്ക്രിപ്റ്റിലെ പിഴവുകൾ കൊണ്ട് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ ഈ സിനിമയ്ക്ക് ആയില്ല എന്നതാണ് സത്യം. ഫാന്റസി എലമെന്റുകളും ഫോക്ലോറും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാതെ ഒരു കൊമേഴ്ഷ്യൽ മാസ് മസാലയിലേക്ക് അതെല്ലാം ആഡ് ചെയ്തുകൊണ്ട് തന്നെ സിനിമയുടെ ഫാന്റസി ഏരിയയും വീക്കായി മാറി. സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായം വന്നിരുന്നുവെങ്കിലും ഈ സിനിമയുടെ ട്രെയിലർ വളരെ നല്ലതായിരുന്നു. ട്രെയിലർ കാണുമ്പോൾ ഒരു മാസ് ഫീൽ ലഭിക്കും. എന്നാൽ ഈ സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പോരാത്തതിന് ഒരു സ്ലോ ഫേസിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നതും. ട്രെയിലറിൽ ആക്ഷൻ സീനുകൾ കാണിക്കാതിരിക്കുകയും കുറച്ച് ഇമോഷണൽ സൈഡ് കാണിക്കുകയും ആക്ഷൻ സീനുകളെല്ലാം സർപ്രൈസായി മാറ്റിവെച്ചിരുന്നെങ്കിൽ ഈ സിനിമ ഒരു കാന്താരയായി മാറിയേനെ ഒരുപക്ഷെ. കാന്താര എന്ന സിനിമ നോക്കുകയാണെങ്കിൽ അവസാനത്തെ 20 മിനിറ്റിന് മുമ്പ് വരെ ചിത്രം ഒരു സാധാരണ സിനിമ തന്നെയാണ്. സാധാരണ ജനങ്ങളും ജന്മിയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ സിനിമ പറയുന്നത്. ഇതിലെ ആ ജന്മി വില്ലനാണ് എന്നതും വലിയൊരു ട്വിസ്റ്റായി തോന്നിയില്ല. എന്നാൽ അവിടെ നിന്നും സിനിമയെ ഉയർത്തുന്നത് ഗുളികൻ എന്ന ഫോക്ലോറാണ്. ശിവയുടെ ദേഹത്ത് ഗുളികൻ പ്രവേശിക്കുകയും തുടർന്നുള്ള സീനുമാണ് സിനിമയെ ഹൈ ആക്കി മാറ്റുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒടിവിദ്യ എന്നതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സിനിമയായി മാറുമായിരുന്നു ഒടിയനും. സിനിമ സ്ലോ ഫേസിൽ പോയിരുന്നത് കൊണ്ടും പ്രേക്ഷകനെ പിടിച്ചെടുത്താൻ പൂർണ്ണമായി സാധിക്കാതിരുന്നതിനാലും ഈ സിനിമയുടെ ക്ലൈമാക്സിന് പ്രേക്ഷകൻ അത്തരത്തിലൊരു ഹൈ തരാൻ സാധിച്ചില്ല. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ലാലേട്ടൻ എന്ന വ്യക്തിയെയാണ്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഡെഡിക്കേഷനും സ്റ്റാർഡവും പൂർണ്ണമായി ഉപയോഗിച്ച സിനിമ തന്നെയാണ് ഒടിയൻ. എന്നാൽ അമിത പ്രതീക്ഷകളും തിരക്കഥയിലെ ചില പിഴവുകളും ചിത്രത്തെ മോശമായി ബാധിച്ചു. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.